ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓവർസിയർ എക്സാംസുകളാണ് ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ കാത്തിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, അതുപോലെ തന്നെ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം, KWA ഗ്രേഡ് 3 എക്സാംസുകൾ, പിന്നെ ഇനി അതാ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഒരുപാട് എക്സാംസുകളുണ്ട്. നമ്മുടെ PWD ഇറിഗേഷനിൽ തന്നെ ഗ്രേഡ് 1, LSTDയിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഓവർസിയർ, അങ്ങനെ ഒരുപാട് എക്സാംസുകളാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷത്തിനുള്ളിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കോ ഡിപ്ലോമയോ IT ഒക്കെ കഴിഞ്ഞവർക്ക് എന്തുള്ളത് ഓവർസിയർ എക്സാംസുകൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർസിയർ എക്സാംസുകൾക്ക് നമ്മൾ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ നമുക്ക് അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാം, അത്രത്തോളം നമുക്ക് ഏറ്റവും ടോപ്പ് റാങ്ക് തന്നെ നേടിയെടുക്കാം. നമ്മുടെ സ്വപ്നമായിട്ടുള്ള ഗവൺമെന്റ് ജോലിയും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വർഷത്തിനുള്ളിൽ ഇതാ നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, അതല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ അവസാനം ഈ നോട്ടിഫിക്കേഷൻ വന്ന് അതല്ലെങ്കിൽ ഡേറ്റ് വന്നിട്ടുള്ള ഈ 3 മാസം 4 മാസത്തിനുള്ളിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് സിലബസുകൾ പഠിച്ചെടുക്കണം. അത് പഠിച്ചെടുത്താൽ മാത്രം പോരാ, അതിൽ നിന്ന് മാക്സിമം MCQ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യണം, അതിൽ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റുകൾ നമ്മൾ എഴുതണം, അതുപോലെ തന്നെ അതിൽ മാക്സിമം നമ്പർ ഓഫ് റിവിഷനുകൾ നമ്മൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇന്നത്തെ കാലത്ത്. കാരണം നിങ്ങൾക്കറിയാം, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ആണ് ടെക്നിക്കൽ PSC എക്സാംസുകളിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യണം, ഒരുപാട് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരുപാട് റിവിഷനുകൾ ചെയ്യണം. നമുക്ക് ഒരിക്കലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. എക്സാമിനേഷൻ ഹോളിലോട്ട് കയറുമ്പോൾ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ വളരെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു എന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമ്മൾ എക്സാമിനേഷൻ ഹോളിലോട്ട് കയറി ചെല്ലുന്നത്. പക്ഷെ അവിടെ എത്തി നമ്മൾ ആ ക്വസ്റ്റ്യൻ അങ്ങ് കാണുന്ന സമയത്തായിരിക്കും നമ്മുടെ ഗ്യാസ് അങ്ങ് പോവുക, അല്ലേ? കാരണം നമുക്ക് അതിൽ കൺഫ്യൂഷൻ വരും. ഈ ഓപ്ഷൻസുകൾ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരും, ഇതിൽ ഏതാണ് കറക്റ്റ്, ഞാൻ പഠിച്ച കാര്യം ഏതായിരുന്നു എന്നുള്ളത്. അപ്പം അതിനെന്ത് ചെയ്യണം, നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യുന്ന വേണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം. ഏത് പഠിക്കണം, ക്വസ്റ്റ്യൻസുകൾ ചെയ്യണം, ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, അതുപോലെ റിവൈസ് ചെയ്യണം. കംപ്ലീറ്റ് കാര്യങ്ങൾ 3, 4, 5 തവണ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. സോ ഈ ഒരു ബാച്ചിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഈ ഒരു വർഷം ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക്, അവരൊക്കെ ഇപ്പം ഇങ്ങനെ കരിയറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയമായിരിക്കും, എന്താണ് ഇനി ചെയ്യുക എന്ന് ആലോചിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള സംഭവം അത് നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു സ്വപ്നമായിട്ട്, ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി, ഞാൻ പഠിച്ച ഈ ഒരു ഫീൽഡിൽ തന്നെ, ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, സോ എനിക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയാൽ, ഗവൺമെന്റ് ജോലി കിട്ടിയാൽ അത്രത്തോളം വലുത് വേറെ ഒന്നുമില്ല എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ വരുന്ന ഓഗസ്റ്റ് 1 ഇവിടെ കോഴിക്കോട് ക്യാമ്പസിൽ വെച്ച് സൈലം ടെക്നിക്കലിന്റെ അടുത്ത ഓവർസിയർ ഓഫ്ലൈൻ ബാച്ച് ആരംഭിക്കുകയാണ്. കാരണം കുറേ കുട്ടികൾ ഓൺലൈൻ ബാച്ചുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആരംഭിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, സാർ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ചിലർക്ക് അങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ അധികം കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ, അടുത്ത ഓഫ്ലൈൻ ബാച്ച് എന്നാണ് ആരംഭിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അവർക്കൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഏത്, ഈ ഒരു ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഓവർസിയർ ഓഫ്ലൈൻ ബാച്ച്. വരാൻ പോകുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഓവർസിയർ ബാച്ച് എക്സാംസുകൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാച്ചുകളുടെയാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ക്ലാസ്സുകൾ വരുന്നത് ഏകദേശം 5 മാസമാണ് നിങ്ങൾക്ക് ഡ്യൂറേഷൻ വരിക, 4 to 5 months, ഏകദേശം 4 മാസത്തോട് കൂടിയിട്ട് ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കഷനുകൾ, അതുപോലെ കംപ്ലീറ്റ് എക്സാംസുകൾ, കംപ്ലീറ്റ് റിവിഷനുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങ് ഈ ഒരു 5 മാസം കഴിഞ്ഞ് ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളൊരു നല്ലൊരു ഓവർസിയർ എക്സാംസുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. സൈലം ടെക്നിക്കലിന്റെയും എന്റെയും പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ഉറപ്പാണ്. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും ഒരു ടോപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് പറയുന്നത്. സോ ഈ സൈലത്തിൽ നിന്നുള്ള ഈ ഒരു സൈലം ടെക്നിക്കലും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അത് തന്നെയാണ്, ഏറ്റവും ടോപ്പ് നോച്ച് ക്വാളിറ്റി ക്ലാസ്സുകൾ, അല്ലെ? നമ്മൾ ആ ഒരു എക്സാം ലെവലിലോട്ട്, ബേസിക് ലെവലിൽ നിന്ന് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക് ലെവലിൽ നിന്നും നമ്മുടെ ഒരു ഓവർസിയർ എക്സാം ലെവലിലോട്ടുള്ള ക്ലാസ്സുകളാണ്
നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അപ്പോൾ ആദ്യം ക്ലാസ്സുകളുടെ ഒരു ഡീറ്റെയിൽസുകൾ പറയാം. ഏകദേശം 4-5 മാസമാണ്, 5 മാസമാണ് നിങ്ങളുടെ ഈ ഒരു ഡ്യൂറേഷൻ വരുന്നത്. നിങ്ങൾക്ക് 6 മണിക്കൂർ ഒരു ദിവസം എക്സാം അടക്കം ക്ലാസ് 5 മണിക്കൂറും അതിൻ്റെ കൂടെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. എല്ലാ ദിവസങ്ങളും ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എക്സാംസുകൾ ഉണ്ടാവും. ടോപ്പിക് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ PSC മോക്ക് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ വീക്ക്ലി അസസ്മെന്റ് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകളായിട്ട് ഏതെങ്കിലും 1-2 ചിലപ്പോൾ 1-ലധികം എക്സാംസുകൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാവും. സോ 5 മണിക്കൂർ ക്ലാസ്സും അതിൻ്റെ കൂടെ എക്സാംസ് അടക്കം ഒരു 5-6 മണിക്കൂറാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ ചെലവഴിക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത് 3 days അല്ലെങ്കിൽ 4 days. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ വീക്കിലും നിങ്ങൾക്ക് 3 days per week എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ പെട്ടെന്ന് വന്നാൽ എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തീർത്ത് റിവിഷനും ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു PSC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് 4-5 ക്ലാസ്സുകൾ വെക്കേണ്ടി വരാം. സോ വരാൻ പോകുന്ന എല്ലാ ITI ഡിപ്ലോമ ലെവൽ എക്സാംസുകൾക്കും, ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ITI കഴിഞ്ഞവരാണെങ്കിലും അതല്ല ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്തിട്ട് വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അതിന് ഞാൻ പറയണ്ട. നമുക്കറിയാം നമ്മളൊരു ഓവർസിയർ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഏത് എന്ന് പറയുന്നത്, നിമി ബേസ്ഡ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ മാക്സിമം നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഓവർസിയർ എക്സാംസുകളിലൊക്കെ PSC നടത്തുന്ന ഓവർസിയർ എക്സാംസുകളിലൊക്കെ ഒരുപാട് നിമിയുടെ ടോപ്പിക്കുകളും നിമിയുടെ ക്വസ്റ്റ്യൻസുകളും കയറി കൂടുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും എക്സാംസുകളും ഒക്കെ നിമി ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും. നിമി ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ നിമി ബേസ്ഡ് എക്സാംസുകൾ, ഇതും ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെ. PSC എക്സാംസുകളെ കുറിച്ച് നല്ല രീതിയിൽ ധാരണയുള്ള, അതിൽ എഴുതി റാങ്ക് ലിസ്റ്റുകളിൽ കയറിയിട്ടുള്ള, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ടെക്നിക്കൽ PSCയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എക്സാംസുകൾ നടത്താൻ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റുകൾ വരുന്നത്, അങ്ങനെ അപ്പോൾ ഈ മെൻറ്റേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മന്ത്ലി ഒരു ഏറ്റവും ടോപ്പ് പെർഫോമർക്കുള്ള പ്രൈസ്, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പേഴ്സണലായിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ടുള്ള കൺസൾട്ടിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസുകൾ, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, വർക്കൗട്ട് സെക്ഷനുകൾ, ഓഫ്ലൈൻ ഓൺലൈൻ ടെസ്റ്റ് സീരീസുകൾ അടക്കം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് 5 മാസം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ആ സിൻസിയറായിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു എക്സാംസുകൾ മികച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, റാങ്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്, അത് PSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങളൊരു ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ, അതിന് നല്ലൊരു റാങ്ക് നേടിയെടുത്ത ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും എന്ത് ചെയ്യുക, നേരത്തെ നമ്മുടെ പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു August 1 തുടങ്ങുന്ന ഈ ഒരു ഓഫ്ലൈൻ ബാച്ചിന്റെ ഫീ 10,000 ആണ് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 സ്റ്റുഡൻസിനാണ്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക്, അതായത് എങ്ങനെയാണ് ക്ലാസ്സുകൾ, എപ്പോഴാണ്, ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ ഒന്ന് നിങ്ങൾ വിളിക്കുക. 9995100800 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, August 1 നമ്മുടെ ഈ ബാച്ച് തുടങ്ങുന്നത്. എത്രയും നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അത്രയും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എക്സാംസുകൾ എഴുതുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചും കൂടി നേരത്തെ ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ആ ഒരു ടോപ്പിക്കുകളും കൂടെ എനിക്ക് കവർ ചെയ്യായിരുന്നു, ഒന്നും കൂടെ എനിക്ക് റിവിഷൻ ചെയ്യായിരുന്നു, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഓരോ എക്സാംസുകൾ എഴുതുമ്പോഴും മനസ്സിലാകുന്നുണ്ടാവും. സോ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇനി സമയം മാറ്റിവെക്കാനില്ല, നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.